ബേക്കൽ ഫോർട്ട് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് റെയിൽവേ പാലക്കാട് ഡിവിഷൻ എഞ്ചിനീയർമാരും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും റെയിൽവേ വികസന കർമ്മസമിതിയും റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. റെയിൽവേ വികസനത്തിന് തടസ്സമായുള്ള സ്വകാര്യ വ്യക്തിയുടെ പരാതി നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് എംപി പറഞ്ഞു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ടൂറിസം സാധ്യത തേടി വിദേശികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ബേക്കലിൽ എത്തിച്ചേരുന്നത്. എന്നാൽ ഇവിടെ എത്തുന്നവരെ സ്വീകരിക്കുന്നത് കാടുമൂടി ഇഴജന്തുക്കൾ താവളമാക്കിയ ഈ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടമാണ്. വർഷങ്ങളായി വികസനത്തിന്റെ പച്ചക്കൊടി കാത്തിരിക്കുന്ന ഈ സ്റ്റേഷന് ഇപ്പോൾ വിലങ്ങുതടിയായി നിൽക്കുന്നത് റെയിൽവേയുടെ വികസനത്തിനായി നിർമ്മിക്കാൻ പോകുന്ന അതിഥി മന്ദിരത്തിനെതിരെ സ്വകാര്യ ഹോട്ടൽ മുതലാളി നൽകിയ കോടതി സ്റ്റേയാണ്. സ്റ്റേഷൻ വികസനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയാകർഷിക്കാനായി നിരവധി തവണ പാർലമെന്റിലും റെയിൽവേ അതോറിറ്റിയിലും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഇടപെടൽ നടത്തിയിരുന്നു. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് പഠനം നടത്തുന്നതിനായി റെയിൽവേ ഗസ്റ്റ് ഹൗസ് അനിവാര്യമാണ്. എന്നാൽ ഇതിന് വിഘാതമായി നിൽക്കുന്നത് റെയിൽവേക്ക് തൊട്ടടുത്തായി സ്വകാര്യ വ്യക്തി നിർമ്മിക്കുന്ന ഹോട്ടലിനായുള്ള കെട്ടിടമാണ്. റെയിൽവേയുടെ കൺസെന്റോട് കൂടിയാണ് നിർമ്മാണമെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ റെയിൽവേയോട് ചേർന്ന് ഇത്തരത്തിലുള്ള കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ റെയിൽവേയുടെ വ്യത്യസ്തമായ അനുമതി ലഭിക്കാനുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു അനുമതിയും റെയിൽവേ നൽകിയിട്ടില്ലെന്ന് പാലക്കാട് നിന്നും റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കാനെത്തിയ എഞ്ചിനീയർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി വ്യക്തമാക്കി. പാർലമെന്റിൽ നിരവധി പ്രാവശ്യം ഈ സ്റ്റേഷൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് ഞാൻ 0 ഓവറിലും അതുപോലെ തന്നെ 377ലൂടെയും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. എംപിമാരുടെ കോൺഫറൻസിൽ ഞാൻ ഈ സ്റ്റേഷൻ്റെ ദയനീയാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. നിരവധി പ്രാവശ്യം DRMുമായും ചെന്നൈയിലെ റെയിൽവേയുടെ ജനറൽ മാനേജറുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ നാട്ടുകാർക്ക് വികസനം വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് വികസനമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് നാട്ടുകാർ വികസനത്തിനെതിരെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഇവിടെ വികസനം സാധ്യമാകണമെങ്കിൽ റെയിൽവേയുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഇവിടെ വരണം. കുമ്പള കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെയിൽവേയുടെ കൈവശമുള്ള സ്ഥലമുള്ള ഒരു സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ ഇവിടെ. പ്രകൃതി മനോഹരമായ ഈ സ്റ്റേഷൻ, ആ സ്റ്റേഷൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് ഉയർത്തണമെങ്കിൽ ഇവിടെ ഈ ഗസ്റ്റ് ഹൗസ് വരണമെന്നുള്ളതാണ് റെയിൽവേയുടെ ആവശ്യം. അപ്പോൾ റെയിൽവേയുടെ തൊട്ടടുത്ത് ഒരു 3 നില കെട്ടിടം ഹോട്ടലിന് വേണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ റെയിൽവേയുടെ കൺസെൻറ്റ് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. റെയിൽവേയുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ ബൗണ്ടറിക്ക് തൊട്ടടുത്ത് ഒരു ഹോട്ടലോ ഒരു കെട്ടിടമോ പണിയണമെന്നെങ്കിൽ മുൻകൂട്ടി റെയിൽവേയുടെ അനുവാദം വാങ്ങണം. അത് 1 നിലയാണെങ്കിൽ അനുവാദം കിട്ടണമെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകളുണ്ട്. 1-ലധികം നിലകളാണെങ്കിൽ അതിന് വ്യവസ്ഥ വേറെയാണ്. അപ്പോൾ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ, ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ പറയുന്ന അവർ കൺസെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ റെയിൽവേ പറയുന്ന അങ്ങനെ ഒരു കൺസെൻറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ റെയിൽവേ അവരുടെ ഗസ്റ്റ് ഹൗസിൻ്റെ പണി ആരംഭിച്ചപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ കൊണ്ടുപോയി സ്റ്റേ കൊടുത്തു. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യേണ്ട അവസ്ഥ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കാരണവശാലും ഈ ഹോട്ടൽ നിർമ്മിക്കുന്ന ആളിൻ്റെ വാശിക്കൊരു കുറവുമില്ല. സുപ്രീം കോടതി വരെ അവർ ഈ കേസുമായി പോകുമെന്നാണ് പറയുന്നത്. പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ കേസ് അവസാനിപ്പിക്കാൻ റെയിൽവേ മുൻകൈ എടുത്താൽ, ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി പിന്നെ റെയിൽവേക്ക് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. റെയിൽവേ ഗസ്റ്റ് ഹൗസിനായുള്ള പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ഹോട്ടൽ ഉടമ ഇതിന് സ്റ്റേ കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതിന് പരിഹാരം കാണാനായാണ് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. എന്നാൽ ഹോട്ടൽ ഉടമസ്ഥൻ സംഭവത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ്. റെയിൽവേയുടെ കൺസെന്റ് ഇല്ലാതെയാണ് കെട്ടിടത്തിന്റെ പ്രവൃത്തി നടക്കുന്നതെങ്കിൽ കെട്ടിട നിർമ്മാണത്തിന് സ്റ്റേ നൽകാൻ റെയിൽവേക്ക് തന്നെ സാധിക്കും. എന്നിട്ടും പ്രവൃത്തി നിർത്തിയില്ലെങ്കിൽ റെയിൽവേ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും എംപി പറഞ്ഞു. നിലവിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ കാസർഗോഡ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനൊപ്പം തന്നെ കാഞ്ഞങ്ങാട്, നീലേശ്വരം, ബേക്കൽ സ്റ്റേഷനുകളെ കൂടി ഉൾപ്പെടുത്താനുള്ള നടപടിയും നടന്നുവരികയാണ്. ഇത് ബേക്കലിന്റെ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഇതിന് ആദർശ് സ്റ്റേഷനാണ്. ആദർശ് സ്റ്റേഷനുള്ള ഒരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ അമൃത ഭാരതായി 2 സ്റ്റേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് കാസർഗോഡും 2 പയ്യന്നൂരുമാണ്. ആ സ്റ്റേഷൻ പഴയ സ്റ്റേഷനും പുതിയ സ്റ്റേഷനും തമ്മിൽ ഒരു താരതമ്യ പഠനം പോലും നടത്താൻ കഴിയാത്ത രീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കാണ് പയ്യന്നൂരും കാസർഗോഡും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലവാരത്തിലേക്ക് 3 സ്റ്റേഷൻ കൂടി കൊണ്ടുവരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് കാഞ്ഞങ്ങാട്, 2 നീലേശ്വരം, അതുപോലെ ബേക്കൽ. കാഞ്ഞങ്ങാടിനും
നീലേശ്വരത്തിന് ഉള്ളതിനേക്കാൾ സിഗ്നിഫിക്കൻ്റ് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത് ഒരു ടൂറിസം കേന്ദ്രമായ ബേക്കലിനാണ്. ബേക്കൽ ഈ സ്റ്റേഷനൊരു വലിയ വികാസം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി കൂടുതൽ ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ റൂഫ് വരും. റൂഫ് മാത്രമല്ല, ഇവിടെ എസ്കലേറ്റർ വരും. നമ്മുടെ ഈ സ്ഥലങ്ങളിലൊക്കെ പാർക്കിംഗ് സംവിധാനം കൂടുതലാകും. അപ്പോൾ കൂടുതൽ ആളുകൾ ബേക്കലിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റിയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കെ കുഞ്ഞിരാമൻ MLA ആയിരിക്കുന്ന സമയത്ത് 1,50,00,000 രൂപ റെയിൽവേ വികസനത്തിനായി അനുവദിച്ചിരുന്നു. അന്ന് നടന്ന പ്രവർത്തനങ്ങൾക്ക് പുറമെ പിന്നീട് യാതൊരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടി യോജിപ്പിച്ച് ഒരു ആക്ഷൻ കമ്മിറ്റി നിലവിലുണ്ട്. ആ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുറേ കാലമായി ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാനന്ന് MLA ആയിരിക്കുന്ന കാലത്ത് നേരത്തെ പറഞ്ഞ 1.5 കോടി രൂപ കൊടുത്ത് ഈ കാണുന്ന വെയിറ്റിംഗ് ഹാള്, അപ്പുറത്ത് സെക്കൻഡ് പ്ലാറ്റ്ഫോം, ഈ കാർ പോർച്ച്, ഈ റോഡ് ഇതൊക്കെ നിർമ്മിച്ച് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ മാത്രം നടക്കുന്നില്ല ഇത്. അങ്ങനെ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ പാർട്ടിക്കാരും കൂടി കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് റെയിൽവേ മാനേജറെ കാണാൻ വേണ്ടി പോയി. അപ്പോഴാണ് ഈ തടസ്സങ്ങൾ, നേരത്തെ പറഞ്ഞ തടസ്സങ്ങളൊക്കെ അവർ ബുദ്ധിമുട്ടിയത്. ആ തടസ്സം പരിഹരിക്കാൻ വേണ്ടിയാണ് MPയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ യോഗം വിളിക്കാമെന്ന് ചോദിച്ചു. എല്ലാ പാർട്ടിക്കാരും യോഗത്തിൽ പങ്കെടുത്തു, ജനപ്രതിനിധികൾ പങ്കെടുത്തു, പാലക്കാട് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തു. അങ്ങനെ എല്ലാവരും കൂടി പരിഹരിക്കാൻ വേണ്ടി ഇവിടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പാലക്കാട്ട് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാ നടപടിയും ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഇതല്ലേ ഒരു സ്റ്റേഷൻ്റെ പരിസരം കാണുന്നു. നമുക്ക് അന്താരാഷ്ട്ര റിപ്പോർട്ട് നമ്മളെ ഒരു ജില്ലയ്ക്ക് പോലും അപമാനമാണ്. അങ്ങനെയാണ് ഈ സ്റ്റേഷൻ്റെ പൊതുസ്ഥിതി ഇന്നത്. ഇത് മാറ്റിയെടുക്കണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാവരുടെയും ആഗ്രഹം. പരാതിക്കാരൻ ഒരു തരത്തിലും പരാതിക്ക് പരിഹാരം കാണാൻ തയ്യാറാകാത്തതിനാൽ ഭാവി പരിപാടി ആസൂത്രണം ചെയ്യാനും സ്റ്റേ നീക്കം ചെയ്യാനും റെയിൽവേ റീജിയണൽ അസിസ്റ്റന്റ് ഡിവിഷൻ എഞ്ചിനീയർ വിവാസ് പർസ്വാൻ, മറ്റു ഉദ്യോഗസ്ഥരായ ഡിവിഷൻ സെക്ഷൻ എഞ്ചിനീയർ വിനോദ, സീനിയർ സെക്ഷൻ എഞ്ചിനീയർ രഞ്ജിത് കുമാർ, ഡിവിഷൻ സെക്ഷൻ എഞ്ചിനീയർ സോണൽ ദത്ത എന്നീ റെയിൽവേ ഉദ്യോഗസ്ഥരോട് MP രാജമോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പള്ളിക്കര പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ മുൻ MLA കെ കുഞ്ഞിരാമൻ, പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭന, വൈസ് പ്രസിഡന്റ് റഷീദ തുടങ്ങിയവർ സംസാരിച്ചു. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ KE ബക്കർ, M കുമാരൻ, T സുധാകരൻ, MM ലത്തീഫ്, PK അബ്ദുള്ള, PK അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, KV ഭാസ്കരൻ, സിദ്ദിഖ് പള്ളിപ്പുഴ, രാജേഷ് പള്ളിക്കര, ഗംഗാധരൻ തച്ചങ്ങാട്, വാസു കൂട്ടക്കനി, മൗവൽ കുഞ്ഞബ്ദുള്ള, അബ്ദുറഹിമാൻ നരിമാടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.